മോളും കൂടി ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി. അപ്പോൾ ചെറിയൊരു സംഭവം ഉണ്ടായേ. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത്ര വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗുരുവായൂരപ്പനെ അത്രയും വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്കത് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു 11 മണിക്ക് ആയപ്പോഴാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. നേരത്തെ പോകാനായിട്ട് കഴിഞ്ഞില്ല. അമ്പലനടയിലെത്തി ബാഗും ഫോണൊക്കെ കൗണ്ടറിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഉള്ളിൽ ചെന്നപ്പോൾ ഉച്ചപൂജയ്ക്ക് നട അടച്ചു. പിന്നെ 12:30 നട തുറക്കുന്നത് വരെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ നിന്നു. ഭഗവാന്റെ പ്രസാദയിൽ ചന്ദനക്കൂറ് തൊടാനോ ശരീരവേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ആൾരൂപ എടുത്ത് വെക്കാൻ ഒന്നിനും കഴിഞ്ഞില്ല. ആ ചന്ദനക്കൂറ് ഇത് നെറ്റിയിൽ തൊടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊന്നും എനിക്കറിയില്ല, ഏതോ ഒരാൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ചന്ദനപ്രസാദാണ്, വേണോ ചോദിച്ചു. ആ ചന്ദനം എടുത്ത കൈ എൻ്റെ മുന്നിലേക്ക് നീട്ടി തന്നു. ഞാൻ അയാളെ കയ്യിൽ നിന്ന് ഇങ്ങനെ തൊട്ടിട്ട് എൻ്റെ മോളെ നെറ്റിയിലും കുറി തൊട്ട് കൊടുത്തു. പിന്നെ ഞാനും കുറി തൊട്ടു. അദ്ദേഹം അപ്പം തന്നെ അങ്ങനെ പോവുകയും ചെയ്തു. പക്ഷേ ആ സമയം മുതൽ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ്. എന്തിനാണ് ഞാൻ കരയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പോൾ എന്തിനാ കരയണമെന്ന് അറിയില്ല. എന്തോ ഒരു വലിയൊരു ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഭഗവാൻ മനസ്സറിഞ്ഞ് വിളിച്ചോളൂ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവാതിരിക്കില്ല. കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്.